വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം ബിജെപി. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം ബിജെപി. തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം. എല്ലാ മുന്നണികളും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയാണ്. സാർ, മീറ്റ് ദി കാറ്റലിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളൂടെ മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് പ്രചരണ രീതി ഇവിടെ നടന്നിരിക്കുന്നത്? പ്രചരണം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പഞ്ചായത്ത് കൺവെൻഷനുകൾ പൂർത്തിയായി. ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പര്യടനം 2 ദിവസം കൊണ്ട് പൂർത്തിയാവും. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെ വിജയസാധ്യത എങ്ങനെയുണ്ട്? 100% NDA വിജയിക്കും, യാതൊരു സംശയവുമില്ല. 2014 തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ലൊരു വിജയസാധ്യതയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഗണ്യമായ ഒരു വോട്ട് കുറവുണ്ടായി. അത് നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് രാഷ്ട്രീയ സാഹചര്യം മാറുന്നതനുസരിച്ച് വോട്ടുകൾ കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യാമല്ലോ. ഇപ്പോൾ ഇവിടെ UDF മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതിന് ശേഷം LDF മുന്നണി അധികാരത്തിൽ വരുന്നു. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ മാറി വരുന്ന ഒരു ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് ഞങ്ങൾക്ക് വോട്ട് കുറവുണ്ടായി. പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, കാരണം ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇടുക്കിയിൽ യാതൊരു വികസനങ്ങളും നടക്കാത്തൊരു കാലഘട്ടമാണ് കടന്നുപോയത്. ആ 25 വർഷങ്ങളായിട്ട് യാതൊരു വികസനവും നടക്കാത്ത കാലഘട്ടം എന്ന് പറയുമ്പോൾ 20 വർഷം ഇവിടെ ഇപ്പോൾ ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ MLA 20 വർഷം UDF മുന്നണിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം 5 വർഷം LDF മുന്നണിയുടെ ഭാഗമായി ഇന്ന് മന്ത്രിയായതിനു ശേഷം ഈ 2 മുന്നണികളും മാറി ഭരിക്കട്ടും ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവുമില്ല. അതായത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക്, പട്ടയ പ്രശ്നങ്ങൾക്ക്, നിർമ്മാണ നിരോധനം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏഷ്യയുടെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടുക്കി. ആ ഇടുക്കിയിൽ യാതൊരു വികസനവും ടൂറിസത്തിന് വേണ്ടി ചെയ്യുവാനോ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത, യാതൊരു വികസനവും ഇല്ലാത്ത 25 വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഇടുക്കി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം NDAയിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വികസനം ഇടുക്കിയിലേക്ക്, ഇല്ലെങ്കിൽ കേരളത്തിലേക്ക്, അതും വെറുതെ വികസനം എന്ന് പറയുന്നതല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് NDAയുടെ ലക്ഷ്യം. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇടുക്കിയിലെ മണ്ണിലേക്ക് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് NDAയിലൂടെ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇടതു വലതു മുന്നണികളിലൂടെ ആ വികസനം കേരളത്തിൽ എത്തില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു മാറ്റം, ആ മാറ്റം NDAയിലേക്കാണ്. ആ മാറ്റം NDAയിലേക്ക് മാത്രമേ ഇടുക്കി മാറ്റാൻ കഴിയുള്ളൂ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ NDAയുടെ നിലപാട് എങ്ങനെയാണ്? ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ 100% അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിലെ പട്ടയ പ്രശ്നം, കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടുക്കിയിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം അവിടെ ഈ വന്യമൃഗങ്ങളോട് വരും പടവെട്ടി ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കി കൃഷി ചെയ്തതിന് ശേഷം ആ കൃഷിക്ക് ഒരു ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയാണ് ആളുകൾ പട്ടയത്തിന് അപേക്ഷ വയ്ക്കുന്നത്. അത് പോലും കൊടുക്കാതെ തരാം എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാർ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിർമ്മാണ നിരോധനം, ഈ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പട്ടയമില്ലാത്ത സ്ഥലത്ത് നിർമ്മാണം നടത്താൻ പറ്റില്ല. അഥവാ പട്ടയം കിട്ടിയാൽ പോലും നിർമ്മാണ നിരോധനം മാറ്റിയാൽ മാത്രമേ പട്ടയത്തിൽ ഭൂമിയിൽ ആണെങ്കിലും പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക, അതിന് ശാശ്വതമായ പരിഹാരം. ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സർക്കാർ വന്നു. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അതൊക്കെ ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതല്ല NDA മുമ്പോട്ട് വയ്ക്കുന്ന ശാശ്വതമായ പരിഹാരം. അതായത് അർഹതപ്പെട്ടവർക്ക് പട്ടയം കിട്ടുന്നതിനുള്ള നടപടികൾ, അതായത് പിന്നെ പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം, അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. നിർമ്മാണമില്ലെങ്കിൽ പിന്നെ വികസനം കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നിരോധനം മാറ്റിക്കൊണ്ട് അത് പ്രകൃതിക്ക് അനുയോജ്യമായത്, പ്രകൃതിയെ നശിപ്പിക്കുന്നതല്ല, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മാണം നടത്തുന്നതിനുള്ള അനുവാദം കൊടുത്ത് അതിലൂടെ വികസനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് NDAയുടെ ലക്ഷ്യം. താങ്കൾ ജയിച്ചാൽ ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ എന്ത് നടപടികളൊക്കെ സ്വീകരിക്കും? തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളില്ലേ, അത് പരിഹരിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ വന്യജീവി ശല്യം ഉണ്ടല്ലോ, വന്യജീവി ശല്യവും ഒരു പ്രശ്നമാണ്. കാരണം കർഷകരുടെ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഇടത് വലത് മുന്നണികൾ ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ്
ഈ ഇടുക്കി എന്ന് പറയുന്നത്. അപ്പം NDAക്ക് എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും? ഈ സ്വാധീനം എന്ന് പറയുന്നത് എപ്പോൾ വേണേലും മാറാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇരു മുന്നണികൾക്കും പ്രവർത്തിക്കുവാൻ പറ്റാതെ വരുമ്പോൾ ആ മാറ്റം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേരളത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും ആ മാറ്റമാണ് കാണിക്കുന്നത്. കാരണം വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു ഇടതുമുന്നണിക്ക് മാത്രം സ്വാധീനമുണ്ടായിരുന്ന പശ്ചിമ ബംഗാളും ത്രിപുരയും അടക്കമുള്ളിടത്ത് മാറി. അതുപോലെ അപ്പോൾ കേരളത്തിൽ ഈ സ്വാധീനം എന്ന് പറയുന്നത് ഈ നമ്മുടെ കാരണന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് പേരെ എല്ലാ കാലവും പറ്റിക്കാം, എല്ലാവരെയും കുറച്ച് കാലം പറ്റിക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ജനങ്ങളെ എല്ലാ കാലവും പറ്റിച്ച് ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മാറ്റം ഉറപ്പായിട്ടും ഈ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ NDAക്ക് അനുകൂലമായി മാറാതിരിക്കാൻ കഴിയില്ല. കാരണം ജനദ്രോഹപരമായ നടപടികളും പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഫ്ലെക്സുകളിൽ ഒതുങ്ങുന്ന വികസനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഫ്ലെക്സുകളിൽ മാത്രമാണ് വികസനം. നമ്മൾ നോക്കുമ്പം ഒരു റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് കണ്ടിട്ട് നമ്മൾ ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിത റോഡാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഫ്ലെക്സുകളിൽ മാത്രം ഒതുങ്ങുന്ന വികസനമാണ് ഈ LDF ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല UDFും. അപ്പോൾ അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ കൊണ്ടുവരാനായിട്ട് NDAക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ജനങ്ങൾ NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. യാതൊരു മാറ്റവുമില്ല. BDJസിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ലെന്ന് CPM നേതാവ് M മണി ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയാ, കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് എന്താ മറുപടി? സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് BDJS കേരളത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കാരണം ഞങ്ങൾക്ക് നല്ല വോട്ട് ബാങ്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനെ രാഷ്ട്രീയമായി പല ആളുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർചേരിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കളിയാക്കാറുണ്ട്. അത് മാത്രമായിട്ടേ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ BDJSന്റെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടുക്കിയുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നിർദ്ദേശങ്ങളാണ് താങ്കൾക്ക് നൽകാനുള്ളത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇടുക്കിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭൂപ്രശ്നമാണ്. അതായത് പട്ടയമില്ലാത്ത അവസ്ഥ, അതുപോലെ പട്ടയം കിട്ടിയ ഭൂമിയിൽ പോലും നിർമ്മാണ നിരോധനം, അതുപോലെ വന്യജീവി ശല്യം, അതെല്ലാം പരിഹരിച്ചു. പിന്നെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഈ അടിസ്ഥാനമായിട്ട് കർഷകർ വലിയ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യുന്ന വിളവെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കൃഷി ചെയ്ത് വാഴയും ചേമ്പും ചേനയും ഒക്കെ വളർന്നു വരുമ്പോൾ അതൊക്കെ വന്യജീവികൾ നശിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആ കാർഷിക മേഖലയുടെ വിലത്തകർച്ച, അതുപോലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നം അടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക, കാർഷിക മേഖലയിലൂടെ കർഷകർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുക, വില നിലനിർത്തുന്നതിനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് അത് ഈ നാളിതുവരെയായി യാതൊരു ലക്ഷ്യവുമില്ലാതെ, ഇല്ലെങ്കിൽ എടുത്തു പറയത്തക്കതായ യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇടുക്കിയിലെ ജനതയെ വഞ്ചിച്ച ഇടതു വലതു മുന്നണികൾക്ക് ശരിക്കും ഒരേ നാണയത്തിന് രണ്ട് മുഖങ്ങളാണ്. യാതൊരു വ്യത്യാസവും ഇല്ല അവർ തമ്മിൽ. അവർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്നുള്ള 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. NDA മുന്നണിയെ വിജയിപ്പിക്കും. കാരണം കേരളത്തിൽ ഇല്ലെങ്കിൽ ഇടുക്കിക്ക് അത് ആവശ്യമാണ്. ഇടുക്കി മാറണമെന്നൊരു ഇടുക്കിക്കാരനെന്ന നിലയ്ക്ക് ഞാനും ആഗ്രഹിക്കുന്നു. അതിന് ഇടുക്കി മാറാൻ വേണ്ടി ഇടുക്കിയിലെ ജനങ്ങൾ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ തിരക്കുകൾക്കിടയിൽ അല്പസമയം നമ്മളോട് പങ്കിട്ട NDA സ്ഥാനാർത്ഥിക്ക് 1000 വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ ഞങ്ങളുടെ വിഷു, ഈസ്റ്റർ ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP.